നമസ്കാരം. കാൽപന്തിൻ്റെ ആവേശം വാനോളം ഉയർന്ന അറ്റ്ലാന്റ സ്റ്റേഡിയം അക്ഷരാർത്ഥത്തിൽ മിശിഹായുടെയും കൂട്ടരുടെയും ഉയർത്തെഴുന്നേൽപ്പിൽ അമ്പരന്നു. ഇംഗ്ലീഷ് പരീക്ഷ ജയിച്ച മെസ്സിയും കൂട്ടരും ഫൈനൽ പരീക്ഷയ്ക്ക് യോഗ്യത നേടി. ചരിത്രത്തിലേക്ക് ഒരു പടി കൂടി കടക്കുകയാണ് റാമോസ്. പൊരുതി വീണ ഇംഗ്ലീഷ് പട കണ്ണീരോടെ മടങ്ങി. ആദ്യം കാണാം പ്രധാന വാർത്തകൾ. ആരാധകരെ മുൾമുനയിൽ നിർത്തി അവസാന നിമിഷം ഫൈനലിലേക്ക് ജയിച്ചു കയറി അർജന്റീന. ഇംഗ്ലണ്ടിനെ വീഴ്ത്തിയത് 2-1. വിജയ ഗോൾ ഇഞ്ചുറി ടൈമിൻ്റെ 2-ാം മിനിറ്റിൽ. ഗോളുമായ എൻസോയും ലൗട്ടാരോയും 2 അസിസ്റ്റും മെസ്സിയുടേത്. ലോകകപ്പ് കരിയറിൽ മെസ്സിക്ക് 12 അസിസ്റ്റ്. അർജന്റീന സ്പെയിൻ കിരീട പോരാട്ടം ഞായറാഴ്ച രാത്രി 12:30. അർജന്റീനയുടെ തുടർച്ചയായ 2ാം ഫൈനൽ. 3 ലോകകപ്പ് കളിക്കുന്ന 2ാം താരമാകാൻ മെസ്സി. ഇറാനെതിരായ സൈനിക നടപടി വിപുലീകരിക്കാൻ അമേരിക്ക തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ട്. കാർഗിദ്വീപ് അടക്കമുള്ള തന്ത്രപ്രധാന മേഖലകൾ പിടിച്ചെടുക്കുവാനുള്ള സാധ്യത ചർച്ച ചെയ്ത് ഡൊണാൾഡ് ട്രംപ്. 5ാം ദിവസവും ഇറാനെതിരെ ശക്തമായ ആക്രമണം. തിരിച്ചടി നൽകുമെന്ന് ഇറാൻ. ചർച്ചകൾക്കുള്ള സാധ്യത തള്ളി ഇറാൻ വിദേശകാര്യ മന്ത്രാലയം. ടാൽറോപ്പ് കമ്പനിയിലെ കൂട്ടപ്പിരിച്ചുവിടലിൽ തൊഴിൽ വകുപ്പിന്റെ ഇടപെടൽ. ഇന്ന് തിരുവനന്തപുരത്ത് ലേബർ കമ്മീഷണറുടെ അധ്യക്ഷതയിൽ ചർച്ച. ജീവനക്കാർക്ക് ലഭിക്കാനുള്ളത് 6 മുതൽ 11 മാസം വരെയുള്ള ശമ്പള കുടിശ്ശിക. പണം നഷ്ടപ്പെട്ട 100ഓളം നിക്ഷേപകർ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ സമീപിക്കാൻ ഒരുങ്ങുന്നു. BJP സംസ്ഥാന നേതൃത്വത്തെ പിടിച്ചുലച്ച് തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പ് വിവാദം. സമഗ്ര അന്വേഷണം വേണമെന്ന് ഒരു വിഭാഗം നേതാക്കൾ. ശനിയാഴ്ചത്തെ കോർ കമ്മിറ്റിയിൽ തട്ടിപ്പുകാർക്കെതിരെ നടപടിയെടുത്തേക്കും. 140 മണ്ഡലങ്ങളിലെയും ഫണ്ട് വിനിയോഗം പരിശോധിക്കും. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി ഇന്നുണ്ടായേക്കില്ല. വിധി ലിറ്റിഗേഷൻ റിപ്പോർട്ട് പഠിച്ച ശേഷം ഇന്ന് ചെന്താമരയെ ഹാജരാക്കുക ഓൺലൈൻ വഴി. ട്രോളിംഗ് നിരോധന കാലത്തും പ്രതീക്ഷിച്ച നേട്ടം ലഭിക്കുന്നില്ലെന്ന് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് മീൻ ലഭ്യത കുറഞ്ഞതോടെ തൊഴിലാളികൾ വറുതിയിൽ. വില കുത്തനെ ഉയർന്നതോടെ മീൻ വാങ്ങാനെത്തുന്നവരുടെ എണ്ണവും കുറഞ്ഞു. ലോകകപ്പിൽ അർജന്റീന സ്പെയിൻ പോരാട്ടം. വാശിയേറിയ 2ാം സെമി പോരാട്ടത്തിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് അർജന്റീന ഫൈനലിലെത്തി. തുടർച്ചയായി 2ാം തവണയാണ് അർജന്റീന ലോകകപ്പിൻ്റെ ഫൈനലിലെത്തുന്നത്. 85 മിനിറ്റ് വരെ ഒരു ഗോളിന് പുറകിൽ നിന്ന ശേഷമാണ് 2 ഗോളുകൾ തിരിച്ചടിച്ച് അർജന്റീന മത്സരം സ്വന്തമാക്കിയത്. ഇരു ടീമുകളും പ്രതിരോധത്തിലേക്കൂന്നി കളിച്ച ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നു. 2ാം പകുതിയിൽ ആന്റണി ഗോർഡനിലൂടെ ഇംഗ്ലണ്ട് ലീഡ് നേടി 1-0. വലതു വിങ്ങിൽ നിന്നുള്ള മോർഗൻ റോജേഴ്സിൻ്റെ മികച്ചൊരു ക്രോസ് ഗോളി എമി മാർട്ടിൻസിനെയും മറികടന്ന് അർജന്റീനയുടെ വലകുലുക്കി. പിന്നീട് ഇംഗ്ലീഷ് ടീം പൂർണ്ണമായും പ്രതിരോധത്തിലേക്ക് ഇറങ്ങുകയായിരുന്നു. അർജന്റീന തോൽക്കുമെന്ന് കരുതിയ നിമിഷങ്ങൾ. എന്നാൽ കളി അവസാനിക്കാൻ നിമിഷങ്ങൾ ബാക്കി നിൽക്കെ മെസ്സി എടുത്ത കോർണറിൽ നിന്നും എൻസോ ഫെർണാണ്ടസിലൂടെ അർജന്റീന സമനില കണ്ടെത്തി. ഒടുവിൽ മെസ്സിയുടെ ഗംഭീരമായ ഒരു ക്രോസിൽ നിന്നും ലൗതാരോ മാർട്ടിനസ് അർജന്റീനയ്ക്കായി വിജയ ഗോൾ നേടി. അവസാന നിമിഷം വരെ ആരാധകരെ മുൾമുനയിൽ നിർത്തി വിജയിച്ചു കയറുക എന്നത് അർജന്റീന ശീലമാക്കിയിരുന്നു. ഇംഗ്ലണ്ടിനെതിരെയും കണ്ടതും അതുതന്നെയാണ്. മെസ്സിയും കൂട്ടരും ഫൈനലിലേക്ക് എത്തിയതിൻ്റെ ആവേശത്തിലാണ് ആരാധകർ. സ്പെയിനെ തോൽപ്പിച്ച് കപ്പ് ഉയർത്തുമെന്ന് തന്നെ അവർ പറയുന്നു. കൊച്ചിയിൽ നിന്നും KK പ്രശാന്ത് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ആദ്യം അവസാന നിമിഷം വരെ അത്യന്തം ആവേശം നിറഞ്ഞുനിന്ന സെമി പോരാട്ടം തന്നെയായിരുന്നു അർജന്റീനയും ഇംഗ്ലണ്ടും തമ്മിലുള്ളത്. ഒരുപക്ഷെ ആദ്യ ഗോൾ വീണ ശേഷം ഇംഗ്ലണ്ട് പ്രതിരോധത്തിലേക്ക് പോയത് തന്നെയാണ് അർജന്റീനയ്ക്ക് ഗുണമായത്. കഴിഞ്ഞ കളികൾ കേപ്പുമായും അതുപോലെ തന്നെ ഈജിപ്തുമായൊക്കെ തന്നെ അർജന്റീന മുന്നോട്ട് വെച്ച അതേ പോരാട്ടം തന്നെയാണ് അർജന്റീന ഈ കളിയിലും മുന്നോട്ട് വെച്ചത് എന്നുള്ളതാണ് പറയാനുള്ളത്. അത്രയധികം ആവേശത്തോടു കൂടി തന്നെയാണ് അർജന്റീന ആരാധകർ ഇപ്പോൾ ഈ മത്സരത്തിൽ ചെയ്തത്. കാരണം ലൗതാരോ മാർട്ടിൻസും എൻസോ ഫെർണാണ്ടസും ഒക്കെ തന്നെ അർജന്റീനയുടെ കുന്തമുനകളാണ്. വിജയിച്ചിരിക്കുന്നു. ടെൻഷൻ ഉണ്ടായിരുന്നോ? പിന്നെ ലാസ്റ്റ് 10 മിനിറ്റ് ജയിച്ചു.
അത്രേ ഉള്ളൂ പറയാൻ. കഴിഞ്ഞ കളികളിലെ പോലെ തന്നെയാണ് അവസാനത്തെ 10 മിനിറ്റാണ് അർജന്റീന എതിർ ഗോൾ മുഖത്തേക്ക് ഇരച്ചു കയറുന്നത്. ആ കാഴ്ച തന്നെയാണ് നമുക്ക് കാണാം. ഇപ്പോഴും ഈ ആരാധകർ ഇവിടെ വലിയ ആവേശത്തോടു കൂടി തന്നെ തങ്ങളുടെ ഇഷ്ട ടീമിന്റെ വിജയം വലിയ ആവേശത്തോടുകൂടി കാണുകയാണ്. വലിയ പ്രതീക്ഷയോടുകൂടി തന്നെ നമുക്കറിയാം അർജന്റീന വരുമ്പോൾ മെസ്സി പ്രധാനപ്പെട്ട ടീമുകളെല്ലാം തന്നെ വലിയ ആവേശത്തോടു കൂടി തന്നെയാണ് വെക്കുന്നത്. ഇനി ഈ കപ്പ് തൂക്കുമോ എന്നുള്ളതാണ് എല്ലാവർക്കും അറിയാനുള്ളത്. കപ്പ് തൂക്കോ നമ്മൾ മെസ്സി കപ്പ് തൂക്കിയിരിക്കും. ആവേശം അതിരുകളില്ലാതെ തന്നെയാണ്. കാരണം അത്രയധികം ടെൻഷൻ അടിച്ചാണ്, അല്ലെങ്കിൽ സമ്മർദ്ദത്തോടു കൂടി തന്നെയാണ് ഓരോ അർജന്റീന ആരാധകരും ഈ കളികൾ കണ്ടത്. കാരണം തൊട്ടിപ്പുറത്ത് ഈ ടൂർണമെന്റിൽ ഇടയ്ക്ക് തന്നെ പുറത്തുപോയ ഫ്രാൻസിന്റെയും ബ്രസീലിന്റെയും ഒപ്പം തന്നെ പോർച്ചുഗലിന്റെയൊക്കെ ആരാധകരുണ്ടായിരുന്നു. അവരുടെയൊക്കെ തന്നെ വെല്ലുവിളികൾ അതെല്ലാം മറികടന്നു. ഒരു വശത്ത് വലിയ കളി, ഇപ്പുറത്ത് ഇവരുടെയൊക്കെ തന്നെ കൂക്കുവിളി, ഇതെല്ലാം മറികടന്നുകൊണ്ടാണ് അർജന്റീന ആരാധകർ മത്സരം കണ്ടത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ആവേശം അവർക്കുണ്ട്. മാത്രമല്ല തുടർച്ചയായി വീണ്ടും ഫൈനലിലേക്ക് എത്തുകയാണ്. സ്പെയിനിന്റെ ടിക്കിടാക്കയുമായാണ് കളിക്കേണ്ടത്. സ്വാഭാവികമായും അതിനെ മറികടക്കാൻ കഴിയുമെന്ന് തന്നെയാണ് അർജന്റീന ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ലയണൽ സ്കലോണിയുടെ വജ്രായുധങ്ങൾ ഏറ്റവും അവസാന നിമിഷവും അദ്ദേഹം അത് തേച്ചു മിനുക്കി ലൊർത്താനോ മാർട്ടിനസിലൂടെയൊക്കെ മുന്നോട്ട് വയ്ക്കുമ്പോൾ വലിയ പ്രതീക്ഷ തന്നെയാണ് അർജന്റീന മുന്നോട്ട് വയ്ക്കുന്നത്. ഇനി സ്പെയിനാണ് ഇനി മുന്നിലുള്ള കടമ്പ. അത് മറികടക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഓരോ അർജന്റീനൻ ആരാധകനും കാത്തുവെക്കുന്നത്, അല്ലെങ്കിൽ കാത്തിരിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്. ക്യാമറമാൻ CS ബൈജുവിനൊപ്പം KK പ്രശാന്ത്, അമൃത ന്യൂസ്, കൊച്ചി. കൊച്ചിയിലെ ആവേശമാണ് കണ്ടത്. ഇഷ്ട ടീം ഫൈനലിൽ കയറിയതിന്റെ സന്തോഷത്തിലാണ് അർജന്റീനൻ ആരാധകർ. അവരുടെ പ്രതികരണങ്ങൾ കൂടി ഒന്ന് കാണാം. ഓടണ്ട ഓടണ്ട ഓടി തളരണ്ട, മെസ്സിയുടെ ഗോളൊന്നു കണ്ടിടേ. ആദ്യത്തെ ഒന്നടിച്ചപ്പോഴല്ലോ ഇംഗ്ലണ്ടിനുണ്ടൊരു മോഹമുണ്ട്. ഞങ്ങൾ അടിച്ചത് കേൾക്കും, ഞങ്ങൾ മെസ്സിയെ മെസ്സിക്ക് 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 ഫൈനലിൽ ഞങ്ങൾ കണ്ടോളാം. ഞാൻ അർജന്റീന തൂക്കി തൂക്കി തൂക്കി. ഇപ്പൊ സ്പെയിനുമായിട്ടാണ് ഫൈനൽ വരുന്നത്. അതെ 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 അതെ, ഉറപ്പായിട്ട്. ഇല്ല ഇത് അർജന്റീന കയ്യിൽ തന്നെ ഇരിക്കും കപ്പ്, ഉറപ്പായിട്ട്. ടെൻഷൻ അടിച്ചോ അവസാനം വരെ? പിന്നെ ഒരു മാജിക് ഉണ്ടാവാറുണ്ടല്ലോ ഒരു അവസാനത്തെ 15 മിനിറ്റ്, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. ഇല്ല ഞാൻ അർജന്റീന ഫാനാ. സെക്കൻഡ് ഹാഫ് തൂക്കി. സെക്കൻഡ് ഹാഫിൽ ഭയങ്കര തിരിച്ചുവരവ്. ഇംഗ്ലണ്ട് ഓവർ ഡിഫൻസിലേക്ക് പോയത് അവർക്ക് തിരിച്ചടിയായി. സെക്കൻഡ് ഹാഫിൽ കുറച്ച് ഓവർ ഡിഫൻസീവായി. അവർ കുറച്ചുകൂടി അറ്റാക്ക് ചെയ്തിട്ട് പിന്നെ അർജന്റീനയുടെ ആ സബ്സ്റ്റിറ്റ്യൂഷനും നല്ലതായിട്ട് ക്ലിക്ക് ചെയ്തു. ആ സ്ട്രൈക്കേഴ്സിനെ കൊണ്ടുവന്നിട്ടുള്ള ആ റീപ്ലേസ്മെന്റ് ആയിട്ട് നല്ലോണം ക്ലിക്ക് ചെയ്തു. സ്പെയിനാണ് ഫൈനലിൽ, ഫ്രാൻസ് അല്ല. അതൊരു പ്രശ്നമില്ല, ഒരു പേടിക്കാനുമില്ല. അർജന്റീന എന്തായാലും ഇപ്പൊ കണ്ടില്ലേ, ഈജിപ്തിനോട് കളിച്ച കളി അതേപോലെ തന്നെ തിരിച്ചു കളിച്ചത്. രണ്ട് ഗോൾ തിരിച്ചടിച്ചത് 80 മിനിറ്റ് കഴിഞ്ഞിട്ട് 2 ഗോള് അദ്ദേഹം തിരിച്ചടിക്കും. ഫാൻസിലെ സപ്പോർട്ട് നല്ലോണം ഉണ്ടായിരുന്നു. 1-0 ട്രെയിനിങ് കാര്യത്തിൽ കൂടി ഫാൻസ് നല്ലോണം സപ്പോർട്ട് ചെയ്തു. ഇന്നത്തെ ഫ്രാൻസിന്റെ കളി അങ്ങനെ ആയിരുന്നില്ല. ഫ്രാൻസിന്റെ കളി അവർ പിന്നിലുണ്ടായിരുന്നപ്പോൾ ഫാൻസിന്റെ സപ്പോർട്ട് ഇട്ടല്ല, തോറ്റ പോലെ കളിച്ചത്. പക്ഷേ അർജന്റീന 1-0 ബാക്കിലായിട്ട് കൂടി അർജന്റീനയുടെ ഫാൻസിന് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതും ഒരു ഫാക്ടർ തന്നെയാണ്. ഈ കമ്മിറ്റിക്കാർ ആരോപണത്തിന് മറുപടിയായോ? പിന്നെ കളി കണ്ട ആർക്ക് വേണേ മനസ്സിലാവല്ലോ. കളി തന്നെയാണ് ഇതിനുള്ള ആൻസർ. ഒരു കമ്മിറ്റിക്ക് വേണ്ടി ഞങ്ങൾ കൊടുക്കണില്ല. ഇതിന്റെ നാണക്കേടില്ലേ ആർക്ക് വേണ്ടിയാണ് ജയിച്ചാലും അവർക്ക് വേണ്ടി നിൽക്കും. ഫൈനലിലുള്ള ആവേശത്തിലാണ് ആരാധകർ. എന്നാലും കായിക നിരീക്ഷകൻ ശ്രീകുമാരൻ നായർ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. സ്വാഗതം ചേട്ടാ. നമുക്കറിയാം ഇന്നലത്തെ മത്സരം നമ്മൾ ഇന്നലെ ഒരു വിധിയെഴുത്ത് തന്നെയാണ് നടത്തിയത്. അർജന്റീന കളി എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും എപ്പോഴും ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർന്നു വരും എന്ന് ഒരു വിധിയെഴുത്ത് നേരത്തെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു. എങ്ങനെയാണ് നമുക്ക് ആ മത്സരത്തെ കാണാൻ പറ്റും? അല്ല, ഇന്നലെ അറ്റ്ലാന്റയിൽ നടന്നത് ശരിക്കും 2 പ്രധാനപ്പെട്ട വേദികൾ തമ്മിലുള്ള മത്സരമാണ്. നമുക്കറിയാം ഫുട്ബോളിന് പുറത്ത് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇംഗ്ലണ്ടും അർജന്റീനയും തമ്മിൽ പറയാനുണ്ട്. പഴയ യുദ്ധം മുതൽ അതിനുശേഷം ബെക്കാമിൻ്റെ റെഡ് കാർഡ്, സ്കലോണിയുടെ ടീം തന്നെ ഉള്ള സിമോണിൻ്റെ പ്രകടനം,
അതിനുശേഷം മറഡോണയുടെ കൈ, ഇതൊക്കെ നമുക്ക് അർജന്റീൻ അതും ഇംഗ്ലണ്ടിനെതിരെയാണ്. അതിനുശേഷം അദ്ദേഹം അതൊക്കെ പറക്കുന്ന രീതിയിൽ ഗംഭീരമായ ഒരു ഗോൾ തിരിച്ചടിച്ചിട്ടുണ്ട്. അത് ആ ചരിത്രം തിരിച്ചാവർത്തിക്കാനാണ് അവർക്ക് ലയണൽ മെസ്സി എന്ന ഒരു മിശിഹ ഫുട്ബോളിൻ്റെ. താൻ എന്തുകൊണ്ടാണ് ഫുട്ബോളിൽ വ്യത്യസ്തനാകുന്നത്, അതാണ് ശരിക്കും ലയണൽ മെസ്സി ഈ കഴിഞ്ഞ കളികളിലൂടെ എല്ലാം നമുക്ക് കാണിച്ചു തന്നത്. താൻ സ്കോർ ചെയ്തില്ലെങ്കിലും സ്കോർ ചെയ്യിക്കാൻ തനിക്കിപ്പോഴും കഴിവുണ്ട്, ഈ കാലുകൾക്ക് ഇപ്പോഴും അതിന് നേതൃത്വം നൽകാൻ കഴിയും എന്നുള്ള രീതിയിലാണ് ഇന്നലെ മെസ്സി കളിച്ചത്. ഒന്നാമത്തെ ആദ്യ ഗോൾ വീഴുന്നത് 55-ാം മിനിറ്റിലാണ്. 55-ാം മിനിറ്റിൽ ഗംഭീരമായ ഒരു ഗോളിൻ്റെ ഗോൾ, അത് റോജേഴ്സിൻ്റെ അസിസ്റ്റിൽ വന്ന ആ ഗോള് ഒരുപക്ഷെ അർജന്റീനയെ തളർത്താൻ പോകുന്ന ഒരു സ്കോറാണ്. പ്രത്യേകിച്ച് എമിലിയോ മാർട്ടിനസ് കാവൽ നിൽക്കുന്ന ഗോൾ വലയാണ്. ഇപ്പോൾ ഇന്ന് ലോക ഫുട്ബോളിൽ ഏറ്റവും നല്ല കീപ്പർമാരിൽ ഒരാളാണ് എമിലിയോ മാർട്ടിനസ്. മറുഭാഗത്ത് പിക്ഫോർഡും മോശമൊന്നുമല്ല, എങ്കിലും ഒരു പടി കൂടി മുന്നിൽ എന്ന് വേണമെങ്കിൽ പറയാം. യൂറോപ്യൻ ഫുട്ബോളിൽ ഇപ്പം അർജന്റീനയ്ക്ക് ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു 3 ഗോൾ കീപ്പർമാർ ഒന്നിനൊന്നിന് മിച്ചമുള്ള ഗോൾ കീപ്പർമാരാണ്. അതിൽ എമിലിയോയ്ക്കാണ് ചാൻസ് കൂടുതൽ കിട്ടിയത്. ഇന്നലെ ഇവിടെ ഈ ഒരു ബി പ്ലാൻ എന്തായാലും സ്കലോണിക്കുണ്ടായിരുന്നു. അവിടെയാണ് സ്കലോണിയുടെ ഇന്നലത്തെ വിജയം. അത് ഹാഫ് ടൈം കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുകയും ചെയ്തു. 4 പേരെ ഒരേ സമയത്ത് തന്നെ ഇറങ്ങിയ മത്സരം അല്ല, അത് പ്രതിരോധം എപ്പോൾ ഇംഗ്ലണ്ട് കൂട്ടുമോ അപ്പോൾ അറ്റാക്കേഴ്സിനെ കൊണ്ടുവരിക, അറ്റാക്ക് ചെയ്യുക, ഗോൾ തിരിച്ചടിക്കുക, അത് തന്നെയാണ് ഇന്നലെ പ്രാവർത്തികം. ആക്ച്വലി അത് ഇപ്പോൾ ചേട്ടൻ പറയുന്നത് ഈ ഇംഗ്ലണ്ട് പ്രതിരോധത്തിലേക്ക് പോയത് കൊണ്ടാണ് ഫോർവേഡേഴ്സിനെ വിങ്സിനെ ഇറക്കാൻ പെട്ടെന്ന് തീരുമാനിച്ചതെന്നാണ്. തീർച്ചയായിട്ടും ഒരു കാര്യമുണ്ട്. ഇന്നലെ നമ്മൾ ഇംഗ്ലണ്ടിൻ്റെ കളി ശ്രദ്ധിച്ചാൽ അറിയാം, ഇംഗ്ലണ്ട് ഭംഗിയായി കളിച്ചില്ല എന്നൊരിക്കലും. പ്രത്യേകിച്ച് നമ്മുടെ നമ്പർ 10 അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ജൂഡ് ബെല്ലിംഗ്ഹാമിൻ്റെ ഇന്നലത്തെ പ്രകടനം തീർച്ചയായിട്ടും എടുത്തു പറയണം. കളം നിറഞ്ഞ് കളിച്ച് ഒരുപക്ഷെ ഇന്ന് ലോക ഫുട്ബോളിൽ ഏത് പൊസിഷനിലും നന്നായി കളിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഏത് ടീമിനോടൊപ്പവും നന്നായി കളിക്കാൻ പറ്റുന്ന ഒരാളാണ് ജൂഡ് ബെല്ലിംഗ്ഹാം. അദ്ദേഹം മധ്യനിരയിൽ ഗംഭീരമായി കളിക്കുന്നു. അതുപോലെ അറ്റാക്കിംഗ് ആണെങ്കിൽ അവിടെ ഡിഫൻസിൽ വന്നാൽ ഡിഫൻസിൽ അദ്ദേഹം തൻ്റെ കഴിവും മുഴുവൻ പുറത്തെടുക്കുന്നു. അതൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് ഇന്നലത്തെ കളിയിൽ ലാസ്റ്റ് ആ ഫ്രെയിം കാണിക്കുന്നുണ്ട് നിരാശനായിരിക്കുന്നു. തീർച്ചയായിട്ടും അതുപോലെ ഇന്നലെ റോജേഴ്സും ബെല്ലിംഗ്ഹാമും ഗോർഡനും ഒക്കെ നന്നായി ഒത്തിണങ്ങി കളിച്ചു ആദ്യ പകുതിയിൽ. അപ്പോൾ നമ്മൾ ശരിക്കും വിചാരിച്ചു ഇന്നലെ ഇംഗ്ലണ്ട് തകർക്കും എന്ന് വിചാരിച്ചു. ആ സമയത്തിനാണ് ടച്ചലിനാണോ പിഴച്ചത് അതോ ഹാരി കെയ്നാണോ പിഴച്ചതെന്ന് അറിഞ്ഞൂടെ ഡിഫൻസിലേക്ക് പോകാൻ. ഒരു ഗോൾ നേടി ഡിഫൻസിലേക്ക് പോയ എല്ലാ അർജന്റീനയ്ക്കെതിരെയുള്ള മത്സരങ്ങളും അർജന്റീന ജയിച്ചിട്ടുണ്ട്. ഈജിപ്റ്റ് ആകട്ടെ, സ്വിറ്റ്സർലൻഡ് ആകട്ടെ, ഒക്കെ എല്ലാം നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ച് അതിനൊരു കഴിവ് ഈ അർജന്റീനൻ ടീമിനുണ്ട്. അർജന്റീനൻ ടീമിലുള്ള ഏറ്റവും വലിയ വിജയം ആയിട്ട് ഞാൻ കാണുന്നത് മെസ്സി എന്ന ഒരു ആളിന് പന്തെത്തിക്കുക. 10 പേരുടെ ജോലി അതാണ്. അതെ, തീർച്ചയായിട്ടും ഈ 10 പേർ മെസ്സിക്ക് പന്തെത്തിക്കും. മെസ്സി മാജിക് കാണിക്കുമെന്ന് ഇന്നും വിശ്വസിക്കുന്ന സ്കലോണിയും മറ്റ് കളിക്കാരുമാണ് അർജന്റീനയ്ക്കുള്ളത്. അതാണ് അർജന്റീനയുടെ വിജയമായി കാണേണ്ടത്. നമ്മളിപ്പോൾ ഫാൻസിനെ പറയുന്നതിനേക്കാൾ കൂടുതൽ കളിക്കളത്തിൽ മെയ്യുന്ന അല്ലെങ്കിൽ കളിക്കളത്തിൽ പ്രാവർത്തികമാക്കുന്ന ചില തന്ത്രങ്ങളുണ്ട്. അത് എന്ത് നീറ്റായിട്ടാണ് മെസ്സി ഇപ്പോഴും ചെയ്യുന്നത് എന്നുള്ളതാണ്. താൻ ഇടത് വിങ്ങിൽ കളിക്കുന്നു, വലത് വിങ്ങിലേക്ക് മാറുന്നു, മധ്യനിരയിൽ നിന്ന് പന്ത് മേടിച്ച് അകത്തേക്ക് വരുന്നു, ഇൻസൈഡിലൂടെ ത്രൂ പോസുകൾ നൽകുന്നു. ഇതെല്ലാം കാണുമ്പോൾ ഇന്നും ഒരു 19 വയസ്സുകാരൻ്റെ ചുറുചുറുക്കോടെ ആ കാലുകൾ ചലിക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും ലോകത്ത് ഒരേ ഒരാളേ ഉള്ളൂ, ഫുട്ബോളിൽ ഒരേ ഒരാളേ ഉള്ളൂ, മിശിഹ. പക്ഷേ തുടക്കത്തിൽ നമുക്ക് ആ കളി ഇന്നലെ കണ്ടുകൊണ്ടിരുന്നവർക്ക് ഒരു വിഷയം മനസ്സിലാക്കാൻ കഴിയുന്നത്, അതായത് ആ ആദ്യത്തെ അതിലെ ഹാഫ് ടൈം വരെ ഒരു വിരസമായ കളിയായിരുന്നു. പക്ഷേ ഇഞ്ചോടിഞ്ച് പോരാട്ടം, രണ്ടുപേർക്കും ഈക്വൽ ചാൻസ് കിട്ടിയെങ്കിൽ പോലും അല്പം മുൻതൂക്കം അർജന്റീനയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷേ എന്നിട്ട് പോലും എന്തുകൊണ്ട് അങ്ങനെ ഒരു ഡിഫെൻഡീവ് പ്ലേ രണ്ടുപേരും കളിച്ചു എന്നുള്ളതാണ് ചോദ്യം. സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ ക്രൂഷ്യൽ കളി വരുമ്പോൾ പെട്ടെന്ന് അറ്റാക്ക് ചെയ്തൊരു ഗോൾ നേടി ആധിപത്യം സ്ഥാപിക്കുക എന്നുള്ള ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ. ഇന്നലെ ആ രണ്ടുപേരും ആ ഹാഫ് ടൈം വരെ പ്രതിരോധത്തിലൂന്നി കളിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഇത് രാജേഷ്, ഇന്നലെ നമ്മൾ ശ്രദ്ധിക്കണം, സെമി ഫൈനലാണ് കളിക്കുന്നത്. ലോകകപ്പിൻ്റെ കലാശ പോരാട്ടത്തിലേക്കുള്ള പടിയാണ്. അതെ, ആ പടിയിലേക്ക് എത്തി നിൽക്കുന്ന 2 ടീമും ചാൻസ് എടുക്കാൻ തയ്യാറാവില്ല. അപ്പോൾ അവർ മിനിമം റിസ്ക് എടുക്കാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും. അങ്ങനെ നേടിയ ഗോളിൽ കടിച്ചു തൂങ്ങി നിൽക്കുക എന്നൊരു രീതി
പ്രാവർത്തികമാക്കിയോ ഇംഗ്ലണ്ട് എന്ന് നമുക്ക് അല്പമെങ്കിലും ഇടയ്ക്ക് തോന്നിയിരുന്നു. പ്രത്യേകിച്ച് ആദ്യ പകുതിയുടെ അവസാനങ്ങളിൽ ഗോൾ നേടിയതിന് ശേഷം ഉള്ള ഒരു 60, 65, 70 മിനിറ്റുകളിൽ അവിടെയാണ് നമ്മൾ അർജന്റീനയെ തിരിച്ചു വരുന്നത് കണ്ടത്. വിങ്ങിലൂടെയും അതുപോലെ തന്നെ പരഡസും മൊളീനയും എമിലിയോ ഫെർണാണ്ടസും ഒക്കെ ഗംഭീരമായി, സെമോനെ നമ്മൾ തീർച്ചയായിട്ടും എടുത്തു പറയണം, വളരെ ഗംഭീരമായി പന്ത് മെസ്സിക്ക് എത്തിക്കുന്നു അല്ലെങ്കിൽ കുടിക്കുന്നു. അൽവാരസിന്റെ ഒരു ഷോട്ട് അതിനിടയ്ക്ക് പിക്ഫോർഡ് ഭയങ്കരമായിട്ട് രക്ഷപ്പെടുത്തി, ഗോളെന്ന് ഉറപ്പിച്ച ഒരു ഷോട്ടാണ് അത്. പിക്ഫോർഡ് ഗംഭീരമായി രക്ഷപ്പെടുത്തുകയും ചെയ്തു. ഒരു 3 ഗോളെങ്കിലും അടിക്കാമായിരുന്നു. പിക്ഫോർഡിന്റെ പ്രകടനത്തെ എങ്ങനെ കാണാം? പിക്ഫോർഡ് എന്ന് പറയുന്നത് ഇന്ന് യൂറോപ്പിലെ മികച്ച ഗോൾ കീപ്പർമാരിൽ ഒരാളാണ്. അല്ലെങ്കിൽ ആ സ്റ്റൈലിൽ കളിക്കുന്ന, ഇംഗ്ലീഷ് സ്റ്റൈലിൽ കളിക്കുന്ന ഗോൾ കീപ്പർമാരിൽ ഏറ്റവും മികച്ച ആരാണെന്ന് ചോദിച്ചാൽ തീർച്ചയായും പിക്ഫോർഡ്. ലാസ്റ്റ് മിനിറ്റിൽ പോലും ഡീകോട്ടിൽ നിന്ന് പുറത്തിറങ്ങി മിഡിൽ ഒരു ഡിഫൻഡറായി കളിച്ചു. അല്ല, ഇപ്പോഴത്തെ ഗോൾ കീപ്പർമാരെല്ലാം അങ്ങനെയാണ്, ഒരു ലാസ്റ്റ് ഡിഫൻഡറായിട്ടാണ് കളിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ പണ്ട് ഈ ഗോൾ കിക്ക് എടുക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്, ഗോൾ കിക്കായിട്ട് എടുക്കും. ഇപ്പം അതില്ല, ഗോൾ കിക്കില്ല. ആദ്യമേ പന്ത് പാസ് ചെയ്ത് തിരിച്ച് സെറ്റ് പീസായി വരിക, അങ്ങനെയാണ് ഇപ്പം കളി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗോൾ കീപ്പർമാരെല്ലാവരും ഒരു ലാസ്റ്റ് ഡിഫൻഡറായിട്ടും ചിലപ്പോൾ കളിക്കേണ്ടി വരും. ഗോൾ അടിക്കുന്ന ഗോൾ കീപ്പർമാരാണ് ഇപ്പം ഫുട്ബോളിൽ ഉള്ളത്. അതുകൊണ്ട് തീർച്ചയായും പിക്ഫോർഡിൻ്റെ എക്സ്പീരിയൻസ്, പിക്ഫോർഡിൻ്റെ പ്രകടനം, ഇതെല്ലാം ഇംഗ്ലണ്ടിനെ ഇതുവരെ എത്തിക്കാൻ തുണച്ചു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്നലെയും ഗംഭീരമായ പ്രകടനമാണ് കാഴ്ചവെച്ചത്. പക്ഷേ എണ്ണം പറഞ്ഞ 2 ഗോളാണ്, അതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. മെസ്സിയുടെ അസിസ്റ്റ് എന്ന് പറയുമ്പോൾ തീർച്ചയായും നമുക്കറിയാം എവിടെയാണ് പഴുത്, ആ പഴുതിൽ കണ്ടെത്തി അവിടെ ബോൾ കൊടുക്കുക, അളന്ന് തൂക്കിയുള്ള ഒരു അവർക്ക് ഗോൾ സ്കോർ ചെയ്യുക മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് ഇന്നലെ ഫെർണാണ്ടസും ഒപ്പം ലൊട്ടാവോ മാർട്ടിനസും ചെയ്തത്. പിന്നെ എടുത്തു പറയേണ്ടത്, ഇപ്പം നമ്മുടെ ഒരു സുഹൃത്ത് പ്രേക്ഷകൻ പറഞ്ഞു സ്കലോണിയുടെ തന്ത്രം. അതാണ് ഞാൻ ചോദിക്കാൻ വന്നത്. അതായത് സ്വിറ്റ്സർലൻഡിൻ്റെയും ഈജിപ്തിൻ്റെയും ടൈറ്റായിട്ട് ഈ മത്സരത്തിൽ വന്നപ്പോഴത്തേക്കും പുതിയൊരു ഗെയിം പ്ലാനാണ് വന്നിരിക്കുന്നത് അല്ലേ? അല്ല, എല്ലാ കോച്ചസിനും ഞാൻ നേരത്തെ പറഞ്ഞ ബി പ്ലാൻ ഉണ്ട്. അത് എപ്പോൾ പ്രാവർത്തികമാക്കുക, അല്ലെങ്കിൽ ഏത് നിമിഷമാണത് കൊണ്ടുവരേണ്ടത്, അത് കൃത്യമായി അറിയുന്ന ആളാണ് സ്കലോണി. അതിനനുസരിച്ച് തൻ്റെ ടീം കളിക്കും എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ വളരെ നോക്കിയാൽ അറിയാം, അൽവാരസിനെ മാറ്റിയിട്ടാണ് ഡീപോളിനെയും അല്ലെങ്കിൽ അതുപോലെ തന്നെ മോണ്ടിലിനെയും ഒക്കെ ഗ്രൗണ്ടിലേക്ക് ഇറക്കുന്നത്. അൽവാരസിനെ കളിക്കുമ്പോഴത്തേക്കും വിങ് കളിക്കുകയും മാത്രമല്ല ഫോർവേഡ് കളിക്കുകയും. അൽവാരസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ലാറ്റിൻ അമേരിക്കയുടെ ഏറ്റവും കുന്തമുനയാണ്. അപ്പോൾ ആ റിസ്ക്, അതാണ് അവിടെയാണ് പറഞ്ഞത്, ആ റിസ്ക് ഏറ്റെടുത്തുകൊണ്ട് മറ്റുള്ളവരെ ഇറക്കുക എന്ന് പറയുമ്പോൾ അതും ഒരു ഗോളിന് പിന്നിൽ നിൽക്കും. തീർച്ചയായും ഡിഫൻസിൽ നമ്മൾ എടുത്തു പറയണം റൊമേരോയുടെ പ്രകടനം. ഇതിനിടയ്ക്ക് ഈ വേൾഡ് കപ്പിൽ തന്നെ റൊമേറോ ഒരു ഗോൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ റൊമേറോയുടെ പ്രകടനം എടുത്തു പറയണം ഡിഫൻസിൽ. ഒപ്പം തന്നെ മാർട്ടിനസ് ഇന്നലെ ഒരു യെല്ലോ കാർഡ് കണ്ടതാണ് മാർട്ടിനസ്. പക്ഷേ മാർട്ടിനസും ഗംഭീരമായിരുന്നു. മാർട്ടിനസ്, ഹാരി കെയ്ന് ഇന്നലെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട. ഇംഗ്ലണ്ട് തിരിച്ച് റാഷ്ഫോർഡിനെ കൊണ്ടുവരുന്നു, അതുപോലെ തന്നെ ഡാൻ ബ്രൗണിനെ കൊണ്ടുവരുന്നു. ഇത് എല്ലാം തിരിച്ചു വന്നിട്ടും ഇംഗ്ലണ്ടിന് ഇന്നലെ ലക്ഷ്യം കാണാൻ മാത്രം പറ്റിയില്ല. പിന്നീട് അതൊരു പക്ഷേ ഇംഗ്ലണ്ടിൻ്റെ തന്ത്രം ഒരു ഇടയ്ക്ക് വെച്ച് ഡിഫൻസിലായി പോയത് കൊണ്ടാണോ എന്ന് തീർച്ചയായും അവർ പരിശോധിക്കേണ്ടത്. ഓക്കെ, നമുക്ക് അല്പം ഈ പ്രേക്ഷകരുടെ പ്രതികരണങ്ങളൊക്കെ കാണേണ്ടതുണ്ട്. എന്തായാലും ടീം ഫൈനലിൽ കയറിയതിൻ്റെ സന്തോഷത്തിലാണ് അർജന്റീനൻ ആരാധകർ. അവരുടെ പ്രതികരണങ്ങൾ കൂടി കാണുന്നുണ്ട്. കളിയുടെ അവസാന പകുതിയിലാണ് ഇംഗ്ലണ്ടിനെ തകർത്ത് അർജന്റീന ഫൈനലിൽ കടന്നത്. തുടക്കം മുതൽ 85 മിനിറ്റിലെ ആദ്യ ഗോൾ വരെ ആരാധകരെ വളരെ സമ്മർദ്ദത്തിലാക്കിയ മെസ്സിൻ ടീമും എക്സ്ട്രാ ടൈമിൽ വിജയ ഗോൾ നേടിയതോടെ തിരുവനന്തപുരത്തെ ആരാധകരും വളരെ ആവേശത്തിലായിരുന്നു. കാണാം. അർജന്റീന ഫൈനലിലേക്ക് എത്തുമ്പോൾ വളരെ ആവേശത്തിലാണ്. നമുക്കറിയാം തിരുവനന്തപുരത്തെ ആരാധകർ എല്ലാവരും തന്നെ ആവേശം അതിന് കടന്ന ആവേശത്തിലേക്ക് പോവുകയാണ്. ഓരോരുത്തരും നമുക്ക് ഇവരോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാനുള്ള വളരെ ആവേശകരമായ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും. ആവേശം ഒരിക്കലും അവസാനിക്കുന്നില്ല. ഏറെ കാത്തിരുന്നതിന് ശേഷമാണ് ഇപ്പോൾ അർജന്റീന ഈ പറയുന്ന ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നത്. നമുക്കറിയാം എപ്പോഴും അവർ അത്രയ്ക്ക് ആവേശം നിറയ്ക്കുന്നവരാണ്. അടിപൊളി മത്സരം ഇംഗ്ലണ്ടിന്റെ കാര്യം അന്നാക്കി കൊടുത്തിരിക്കുന്ന അർജന്റീന. ഇത് വെറും ഒരു കമ്പാക്ക് അല്ല, ഇത് 4ാമത്തെ കപ്പിലുള്ള കമ്പാക്ക്. എന്താണ് പറയാനുള്ളത്? വളരെ ആവേശകരമായ മത്സരമായിരുന്നു. ആദ്യം തന്നെ കളി അർജന്റീനയുടെ കയ്യിലായിരുന്നു എങ്കിലും അവസാനമാണ് ഗോളിലേക്ക് എത്തുന്നത്. ഫസ്റ്റ് ഹാഫ് തന്നെ രണ്ടുപേരും അറ്റാക്ക് ചെയ്താണ് കളിച്ചത്. ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും പൂർണ്ണമായ അറ്റാക്കിലേക്ക് പോകുമെന്ന് വിചാരിച്ച കളി. പക്ഷെങ്കിൽ സെക്കൻഡ് ഹാഫിൽ ഇംഗ്ലണ്ട് വന്നൊരു ഗോൾ അടിച്ചപ്പോൾ അർജന്റീന കൂടുതൽ അറ്റാക്കിങ്ങിൽ പോയി.
ഇംഗ്ലണ്ടിനെ ഡിഫൻസിലേക്ക് പോകാൻ വേണ്ടി നിർബന്ധിക്കപ്പെട്ടു. ആ അവസരം കൃത്യമായി വിനിയോഗിച്ചു. സ്കലോണി എന്ന മാന്ത്രികൻ, മെസ്സി എന്ന ആത്മാവ്, ഇത് രണ്ടും അർജന്റീനയുടെ വിജയത്തിന് ഏറ്റവും നിർണായകമാണ്. കളം നിറഞ്ഞ് കളിക്കുക എന്നത് എന്താണെന്ന് മെസ്സി ഇന്ന് കാണിച്ചു തന്നു. എന്താണ് കളം നിറഞ്ഞ് കളിക്കാവുന്നത്? അതോടൊപ്പം തന്നെ സ്കലോണി എന്ന ദ്രോണാചാര്യൻ മെസ്സി എന്ന അർജുനനിൽ നിന്ന് തൊടുത്തുവിട്ട അസ്ത്രങ്ങൾ തടുക്കുവാൻ വേണ്ടി ഇംഗ്ലണ്ടിന് പറ്റിയിട്ടില്ല. ഞങ്ങൾ ഫൈനലിലേക്ക് 6ാമത്തെ തവണയാണിത്. 6ാമത്തെ തവണ 3 തവണ ഞങ്ങൾ കപ്പടിച്ചു. അതേപോലെ ഈ 6ാമത്തെ തവണ 4ാമത് കപ്പടിക്കും. ഏത് സാഹചര്യത്തിലും ഏത് വിഷമം പിടിച്ച ഘട്ടത്തിലും തിരിച്ചു വരുന്ന ടീമാണ് അർജന്റീന. ഏത് ആവേശത്തിലും ഏത് തരത്തിലുള്ള സാഹചര്യത്തിലും തിരിച്ചു വരാൻ കഴിയുന്ന ഒരേ ഒരു ടീം അത് അർജന്റീന മാത്രമാണ്. കാരണം എക്സ്ട്രാ ടൈമിലാണ് ഗോളുകൾ നേടി അർജന്റീന വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്നത്. ആവേശം അലതല്ലുകയാണ്. ഇവിടെ നിരവധി പേർ ഈ ആവേശവുമായി എത്തിയിട്ടുണ്ട്. അവർക്ക് പറയാനുള്ള എന്താണ്? എങ്ങനെയുണ്ടായിരുന്നു കളി? എങ്ങനെയാണ്? കിടിലൻ കളി. ഈ എക്സ്ട്രാ ടൈമിലാണ് ഇപ്പോഴും അർജന്റീനയുടെ മുന്നേറ്റമുള്ളത്. അതെ, അവസാനത്തെ 10 മിനിറ്റ് എങ്ങനെ പോയാലും അവരെങ്ങനെങ്കിലും അത് അടിച്ചു കയറ്റും. കിടിലൻ കളി, ഒന്നും പറയില്ല. തന്നെയാണ് ആവേശം അലതല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച. അത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഓരോരുത്തരും അവരവരുടെ അഭിപ്രായം. എങ്ങനെയാണ് ഈ കളി സൂപ്പറായിരുന്നു. അവസാന നിമിഷം നമ്മൾ കപ്പ് കൊണ്ട് പോവുള്ളൂ. ഫൈനൽ നമ്മൾ കപ്പടിക്കും. ഈ ഫൈനലിൽ കപ്പടിക്കും. അടുത്ത അടിക്കും. കളി നമുക്ക് ഉറപ്പായിട്ടും തിരിച്ചടിക്കുമെന്ന് അറിയായിരുന്നു. പക്ഷേ നമ്മൾ 2 അസിസ്റ്റ് മെസ്സിയുടെ നിന്ന് വന്നൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ഇംഗ്ലണ്ടിൻ്റെ വളരെ പുഷിംഗ് ആയിട്ടുള്ള ഗെയിമായിരുന്നു. അർജന്റീന അതിനകത്ത് നമ്മൾ മാക്സിമം അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഫൈനലിൽ നമ്മൾ സ്പെയിനെ കിട്ടും. നമ്മൾ അവിടെ തകർക്കും. കപ്പ് നമ്മൾ അടിക്കും. ഇത് ഭയങ്കര പ്രഡിക്റ്റബിൾ ആയിരുന്നു. ആക്ച്വലി ഇംഗ്ലണ്ട് ഒരു അർജന്റീന തോൽപ്പിക്കാനുള്ള ലെവൽ ഇംഗ്ലണ്ട് ആയിട്ടില്ല. അപ്പം ഭയങ്കര പ്രഡിക്റ്റബിൾ ആയിരുന്നു. ഫൈനലിലും കപ്പടിക്കും, അത് തന്നെയാണ് അവർ പറയുന്നത്. കാരണം ഒരിടത്തും തോൽവി എന്തെന്നറിയാതെ വന്ന ടീമാണ് അർജന്റീന. ആ അർജന്റീന സ്പെയിനുമായുള്ള മത്സരത്തിൽ അതുപോലെ തന്നെ ഇനി വരുന്ന ഫൈനലിലും കപ്പടിക്കും എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഇനി ഫൈനലിനായുള്ള കാത്തിരിപ്പാണ് ആരാധകർക്ക്. തിരുവനന്തപുരത്ത് നിന്നും രജിത്താണ് ഇന്നലെ ഈ അർദ്ധരാത്രിയിൽ നിന്നൊക്കെ കളിയുടെ ആവേശം നമ്മളിലേക്ക് എത്തിക്കുന്നത്. ഇനി മലപ്പുറത്ത് നിന്നും അരവിന്ദിൻ്റെ റിപ്പോർട്ട് കൂടി കാണാം. മെസ്സി അല്ലെങ്കിൽ അർജന്റീന എന്ന മുദ്രാവാക്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഈ മലപ്പുറത്തിന് മുന്നിൽ പുലർച്ചെയും ഉയർന്നു കേൾക്കുന്നത്. എല്ലാർത്ഥത്തിലും ഇനി ലോകകപ്പ് നേടും വരെ ഇവർ ഈ ആഘോഷം ഉണ്ടാകും. എന്തായാലും ലോകകപ്പ് ഇത്തവണ അർജന്റീന നേടുമെന്ന ആത്മവിശ്വാസത്തിലാണ് മലപ്പുറത്തിന് മണ്ണിലുള്ള കാണികൾ. തീർച്ചയായും ഈ പ്രാവശ്യം അർജന്റീന കപ്പ് കൊണ്ടും ചെയ്യും. ഒരു കാരണവശാലും സ്പെയിന് വിട്ടുകൊടുക്കൂല. പഴയ അർജന്റീനയല്ല, ചാമ്പ്യൻ ടീമിന്റെ മെന്റാലിറ്റി ഉള്ള ഒരു അർജന്റീനയാണ് ഇപ്പോൾ ഉള്ളത്. ഈ വേൾഡ് കപ്പുകൾ എല്ലാം ശ്രദ്ധിച്ചാൽ മതി. പണ്ട് പറഞ്ഞാൽ ഒരു ഗോൾ കൊണ്ടാൽ ആ ടീം ഡൗൺ ആയി പോകുന്നതാണ്. ഇതൊരു ഗോൾ കൊണ്ടാല് പൂർവാധിക ശക്തിയോടെ തിരിച്ചടിച്ച് 2 മിനിറ്റ് മതി 2 ഗോൾ അടിക്കാൻ. ഈ ടീം കപ്പ് കൊണ്ട് പോകും, ഫൈനൽ അടിക്കും. ഞങ്ങൾക്കുള്ള ഫൈനൽ എന്തായിരുന്നു? ഇനി സ്പെയിന് യാതൊരു വിഷയമല്ല. എന്തായാലും ഫൈനൽ മത്സരത്തിനുള്ള കാത്തിരിപ്പിലാണ് മലപ്പുറത്തെ കാണികൾ. എന്തായാലും അർജന്റീന വിജയിക്കുമെന്ന ആത്മവിശ്വാസം ഇവർക്കുണ്ട്. ഇത്തവണ ലോകകപ്പ് നേടാനുള്ള എല്ലാ തയ്യാറെടുപ്പും ഇവർ എടുത്തു കഴിഞ്ഞു. മലപ്പുറത്ത് നിന്നും ക്യാമറാമാൻ അമർജിത്തിനോടൊപ്പം ടി കെ അരവിന്ദൻ, അമൃത ന്യൂസ്. നമുക്കിനി ഫൈനലിലേക്ക് കൂടി നോക്കിയാൽ അതായത് ഇപ്പോൾ ഒരു ഏകപക്ഷീയമായി പോയോ എന്ന് തോന്നുന്നില്ലേ? കാരണം നമ്മളിപ്പോൾ ആരാധകരുടെ എല്ലാ റെസ്പോൺസ് കാണുമ്പോൾ എല്ലായിടത്തും മെസ്സിയേ ഉള്ളൂ, അല്ലെങ്കിൽ അർജന്റീനൻ ഫാൻസേ ഉള്ളൂ. ഒരു ഇഷ്ടതാരം എന്ന് പറയാൻ മറ്റുള്ള ചിലപ്പോൾ ഈ ഫാൻസ് എന്ന് പറയുമ്പം ഈ പോർച്ചുഗൽ ആയിരുന്നാലും ജർമ്മനി ആയിരുന്നാലും അവരൊക്കെ കളിയിൽ തോറ്റ് പുറത്തു പോയി കഴിഞ്ഞാൽ അവർ അർജന്റീനയ്ക്കെതിരായതുകൊണ്ടായിരിക്കണമല്ലോ അവർ മറ്റു ടീമിലേക്ക് പോകുന്നത്. അർജന്റീനയ്ക്ക് ഓപ്പോസിറ്റ് ആര് കളിക്കുമോ അവരിലേക്ക് ആ ഫാൻസ് പോവുക എന്നുള്ളതുണ്ടായിരുന്നു. പക്ഷേ അത് നമുക്ക് ആ ദൃശ്യങ്ങളിലൊന്നും കാണാൻ പോലും കഴിയുന്നില്ല. നമുക്കിനി ഫൈനലിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്പെയിനിനെ എങ്ങനെ അർജന്റീന ഇനി നേരിടും, അല്ലെങ്കിൽ ഇനി ഈ കളി കണ്ട സ്പെയിൻ ഒരുപക്ഷെ ഞെട്ടിയിരിക്കുന്നുണ്ടാവാം. ഒരു സെക്കൻഡ് പോലും കളയാനില്ല. അത് കളഞ്ഞാൽ അവർക്ക് തന്നെയായിരിക്കും അത് ദോഷവും ഭവിക്കുക എന്നുള്ളതും മനസ്സിലായിട്ടുണ്ടാവും. എങ്ങനെയായിരിക്കും സ്പെയിൻ ഇനി അർജന്റീന നേരിടുന്നത്? ഇപ്പോൾ മോഡേൺ ഫുട്ബോളിൽ രാജേഷ് ഓരോരുത്തരുടെ മൂവ്മെൻറ്റ്സും ഓരോ കളിക്കാരനെയും അനലൈസ് ചെയ്തിട്ടുള്ള കളിയാണ്. ഇത് AI യുഗമാണ്. അതുകൊണ്ട് എങ്ങനെയാണ് ഓരോരുത്തരുടെ മൂവ്, അതുകൊണ്ടതാണ് എല്ലാവരും മെസ്സിയെ ഇപ്പോൾ കൃത്യമായി മാർക്ക് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതുപോലെ മാർക്ക് ചെയ്യപ്പെടുമ്പോൾ മെസ്സി ഉണ്ടാക്കുന്ന തന്ത്രം ഇനി അതായിരിക്കും മറ്റു ടീമുകളുടെ അല്ലെങ്കിൽ ടീം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അവരുടെ അസിസ്റ്റൻസിൻ്റെ പ്രധാന ജോലി. മെസ്സിക്ക് എവിടെയൊക്കെ
പന്ത് കൊടുക്കാൻ പറ്റും, ഏതൊക്കെ മേഖലകളിൽ ഡേഞ്ചറസ് ആകുന്നു, അതായിരിക്കും സ്പെയിൻ ഈ ദിവസങ്ങളിൽ, ഇനി ഫൈനൽ വരെയുള്ള ദിവസങ്ങളിൽ അനലൈസ് ചെയ്യുക. അങ്ങനെ അനലൈസ് ചെയ്തതിന് ശേഷമായിരിക്കും സ്പെയിനിനെ പോലെ, നമുക്കറിയാം യൂറോപ്യൻ ചാമ്പ്യനാണ് സ്പെയിൻ, ലാറ്റിൻ അമേരിക്കയുടെ പ്രമുഖ ടീമാണ് അർജൻറ്റീന. രണ്ട് വ്യത്യസ്ത ശൈലിയിൽ കളിക്കുന്ന രണ്ട് ടീമുകളാണ് ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നത്. ഇവിടെ ഈ ഫൈനലിൽ നമ്മൾ നോക്കേണ്ടത് യമാൽ എന്ത് ചെയ്യും, മെസ്സി എന്ത് ചെയ്യും. രണ്ട് സൂപ്പർ താരങ്ങൾ രണ്ട് ഇതിലും, ഒന്ന് രാജാവാണെങ്കിൽ മറ്റൊന്ന് രാജകുമാരനാണ്. അങ്ങനെ ഫ്രാൻസിനോടുള്ള കളിയും അവരുടെ ഗെയിം പ്ലാൻ നമ്മൾ കണ്ടതാണ്. തീർച്ചയായിട്ടും അത് അങ്ങനെയുള്ള ഒരു വ്യത്യാസമുണ്ട്. ഡിഫൻസിൽ ഹ്യൂബറാസി എന്ന 19കാരൻ, സാധാരണയൊക്കെ നമ്മൾ ഫുട്ബോളിൽ ഡിഫൻസ് എന്ന് പറഞ്ഞാൽ കുറച്ച് പക്വതയും കളിപ്പരിചയവും ഒക്കെ വേണം. പക്ഷേ ഇത് 19 വയസ്സുകാരൻ ബാഴ്സലോണയുടെ ഡിഫൻസ് നോക്കുന്നു എന്ന് പറയുമ്പം അദ്ദേഹത്തിൻ്റെ കഴിവ് എത്രമാത്രമായിരിക്കണം. ആ ഡിഫൻസിലാണ് മെസ്സി പോയി വീഴുന്നത് എന്നുകൂടി ആലോചിക്കണം. കുർക്കുറയിലെയും അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം പെഡ്രോയും ഉൾപ്പെടുന്ന ആ ഒരു ലാപ്പോർട്ടെ, അവരെല്ലാം ഉൾപ്പെടുന്ന ഈ ഡിഫൻസിൽ മെസ്സിക്കും കൂട്ടർക്കും എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു വിലയിരുത്തൽ തീർച്ചയായും നടക്കും രണ്ട് ടീമും തമ്മിൽ. മറുഭാഗത്ത് ആൽവരസിനെ എങ്ങനെ പൂട്ടണം, അതുപോലെ മെസ്സിയെ എങ്ങനെ തളയ്ക്കണം, അതിന് ഇടയിൽ തന്നെ മാർട്ടിനസും എമിലിയോ ഫെർണാണ്ടസും ഒക്കെ എങ്ങനെയായിരിക്കും തന്ത്രം മെനയുക. ഇതൊക്കെ ശരിക്കും ഈ നൂതന ഫുട്ബോളിൽ നമ്മൾ കാത്തിരുന്ന് കാണേണ്ട സംഗതികളാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ന്യൂജേഴ്സിയിൽ തീപാറുന്ന മത്സരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. 4ാം പ്രാവശ്യം കിരീടം കൊണ്ടുപോകാൻ അർജന്റീന തയ്യാറാകുമ്പോൾ രണ്ടാമത് മാത്രം ഫൈനലിലെത്തുന്ന സ്പെയിൻ അത് വിട്ടുകൊടുക്കുമോ? വന്ന ഒരു ഫൈനൽ സ്പെയിൻ ജയിച്ചിട്ടുണ്ട്. അർജന്റീന 6ാമത്തെ പ്രാവശ്യമാണ് ഫൈനലിലേക്ക് എത്തുന്നത്. അപ്പോൾ ഒരു 100% റെക്കോർഡ് ഇപ്പോൾ സ്പെയിനുണ്ട്. ഒരു മത്സരമേ ജയിച്ചുള്ളെങ്കിലും അതിൽ സ്പെയിൻ വിജയിക്കുമോ, അതോ ഇതുവരെ നമ്മൾ കണ്ട തന്ത്രങ്ങൾ അവസാന നിമിഷത്തിൽ വീണ്ടും അർജന്റീന പുറത്തെടുക്കുമോ? രാജേഷ്, നമ്മൾ എല്ലാ കളിയും നോക്കിയാലും അറിയാം, ഈജിപ്റ്റ് ആയിട്ടാകട്ടെ അല്ലെങ്കിൽ സ്വിറ്റ്സർലൻഡുമായിട്ടാകട്ടെ ഇപ്പോൾ ഇംഗ്ലണ്ടുമായിട്ടാകട്ടെ 80ാം മിനിറ്റിന് ശേഷമുള്ള അർജന്റീനയുടെ കളി ഒന്ന് പരിശോധിക്കണം. നമ്മൾ ഇനി റീപ്ലേ ഒക്കെ കാണുമ്പോൾ ആ കളിയുടെ ഒരു ഇതൊന്ന് നോക്കണം. എന്തുമാത്രം ആവേശത്തിലാണ് ആ പാസിങ്ങും അതുപോലെ തന്നെ സെറ്റ് പീസുകളും ഒക്കെ മെനയുന്നത് എന്നുള്ളതാണ്. അവിടെയാണ് അർജന്റീന മറ്റുള്ള ടീമുകളിൽ നിന്നും വ്യത്യസ്തപ്പെടുന്നത്. സ്കലോണിയുടെ ഞാൻ നേരത്തെ പറഞ്ഞ ബി പ്ലാൻ വിജയിക്കുന്നത് അവിടെയാണ്. അതുകൊണ്ട് ഒരു അല്പം മുൻതൂക്കം തീർച്ചയായും അർജന്റീനയ്ക്ക് തന്നെയാണോ എന്നുള്ളത്. ഒരു കാര്യം കൂടെ നമുക്ക് പറയാം. നമ്മൾ ഈ ആവേശം കണ്ടത്, നമ്മൾ ആദ്യം ടി വിയിൽ വേൾഡ് കപ്പ് കാണുന്നത് 1986 മെക്സിക്കോ. അവിടെയാണ് അർജന്റീനയുടെ ഗോൾഡൻ ഹാൻഡും ഒക്കെ വരുന്നത്. അതുവരെ നമ്മൾ ലോകകപ്പ് നേരിട്ട് കണ്ടിട്ടില്ല. അതിനുശേഷമാണ് അർജന്റീനയ്ക്ക് ഇത്രയും ഫാൻസ് ഉണ്ടായത്. അതുവരെ ബ്രസീൽ മാത്രമാണ് എല്ലാവർക്കും അറിയാമെന്നുള്ളത്. പക്ഷേ അത് ഇങ്ങനെ ഇപ്പോൾ ഒരു ആവേശമായി. ഇപ്പോൾ മലബാർ സൈഡിലോ അല്ലെങ്കിൽ ഈ കോഴിക്കോട് സൈഡിലൊക്കെ അർജന്റീന ആണോ നമ്മൾ ചെന്നെത്തിയതെന്ന് തോന്നുന്ന രീതിയിലേക്ക്. തീർച്ചയായിട്ടും എന്തായാലും ഫൈനലിൽ ഒരു ആവേശകരമാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയും. എന്തായാലും അതെ, ഇനി മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിൽ കിട്ടുന്ന ലൈഫ് ആർക്കെന്ന് കണ്ടറിയാൻ 2 ദിവസം കാത്തിരിക്കണം. കലാശ പോരാട്ടത്തിൽ അർജന്റീന സ്പെയിനെ നേരിടുമ്പോൾ ലോകം കാത്തിരിക്കുകയാണ് വീറും വാശിയും നിറഞ്ഞ മത്സരം. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളുമായി അശ്വതി ചേരും. അതിനു മുമ്പ് കാൽപന്തിനെ മറ്റൊരു മതമായി ആരാധിക്കുന്ന മലപ്പുറത്തെ ഫുട്ബോൾ പ്രേമികളുടെ ആവേശം കൂടി കാണാം.
5-ാം ദിവസവും ഇറാനിൽ ആക്രമണം തുടർന്ന അമേരിക്ക തുറമുഖ ഉപരോധം ലംഘിക്കാൻ ശ്രമിച്ച ഒരു ഇറാനിയൻ കപ്പലിനു നേരെ വെടിയുതിർത്തതായി അമേരിക്ക. ഖാർഗ് ദ്വീപ് പിടിച്ചെടുക്കാനുള്ള സാധ്യതകൾ ചർച്ച ചെയ്യുന്നതിനായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. കരാറിലെത്താൻ US ഇറാനിൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയാണ്. ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ പാലങ്ങളും വൈദ്യുത നിലയങ്ങളും ആക്രമിക്കുമെന്ന് ചൊവ്വാഴ്ച ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു. അതേസമയം US ആക്രമണത്തിന് മറുപടിയായി ബഹ്റിനിലെയും ജോർദാനിലെയും US സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ പ്രത്യാക്രമണം നടത്തി. ഇറാൻ നിലവിൽ ചർച്ചകൾക്ക് പദ്ധതികളൊന്നുമില്ലെന്ന് ഇറാൻ വിദേശകാര്യ വക്താവ് പറഞ്ഞു. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം തുടരുമ്പോൾ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് പ്രതീക്ഷിച്ച നേട്ടം ലഭിക്കുന്നില്ല. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് മീൻ ലഭ്യത കുത്തനെ കുറഞ്ഞതോടെ തൊഴിലാളികൾ വറുതിയിലാണ്. അതേസമയം മീൻവില കുത്തനെ ഉയർന്നതോടെ മീൻ വാങ്ങാനെത്തുന്നവരുടെ എണ്ണവും കുറഞ്ഞിരിക്കുകയാണ്. ട്രോളിംഗ് നിരോധന കാലത്ത് മത്സ്യബന്ധനത്തിന് അനുമതിയുള്ളത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്കാണ്. ഈ സമയത്ത് യന്ത്രവൽകൃത ബോട്ടുകൾ കടലിൽ ഇറങ്ങാത്തതിനാൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് കൂടുതൽ മത്സ്യം ലഭിക്കാറാണ് പതിവ്. എന്നാൽ ഇത്തവണ സ്ഥിതി നേരെ വിപരീതമാണ്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് മീൻ ലഭ്യത ഗണ്യമായി കുറഞ്ഞതായാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. കടലിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതാണ് തന്നെ മത്സ്യം കുറവ്. കാറ്റ് കോള് 2 ദിവസം പണിക്ക് പോയി ഇറക്കി വിട്ടപ്പോഴത്തേന് കാറ്റ് കാരണം പോകാൻ പറ്റാതെ തിരിച്ചു വന്നു. ഞങ്ങൾ മാത്രമല്ല മൊത്തം വള്ളങ്ങൾ ഉള്ളവർ ഇപ്പോൾ നമ്മൾ 100 വള്ളം പോയാൽ ഒരു 10-20 വള്ളത്തിൽ കിട്ടും. ബാക്കി വള്ളം കുറവായിട്ട് വരും. എല്ലാവർക്കും കിട്ടത്തില്ല. ഈ സീസണിൽ സാധാരണയായി ലഭിക്കുന്ന കിളിമീൻ, കണവ, മത്തി തുടങ്ങിയ ഇനങ്ങളുടെ വരവും വളരെ കുറവാണ്. മീൻ വരവ് കുറഞ്ഞതോടെ വിലയും അസാധാരണമായി ഉയർന്നു. ഉയർന്ന വില കാരണം ഉപഭോക്താക്കളുടെ വാങ്ങൽ കുറഞ്ഞതും വ്യാപാരികളെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ജൂലൈ 31 വരെയാണ് സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം. അതിനിടെ തമിഴ്നാട്, കർണാടക തുടങ്ങിയ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മത്സ്യമാണ് ഇപ്പോൾ വിപണിയിലെത്തുന്നത്. എന്നാൽ ഈ മത്സ്യങ്ങളുടെ ഗുണനിലവാര പരിശോധന ചെക്ക് പോസ്റ്റുകളിൽ കാര്യക്ഷമമല്ലെന്ന ഗുരുതര ആരോപണവും മത്സ്യത്തൊഴിലാളികൾ ഉയർത്തുന്നു. അമൃത ന്യൂസ്, കൊല്ലം. കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ടാൽറോപ്പ് കമ്പനിയിലെ ജീവനക്കാരെ പിരിച്ചുവിട്ടതിൽ ഇടപെട്ട തൊഴിൽ വകുപ്പ് ഇന്ന് തിരുവനന്തപുരത്ത് ലേബർ കമ്മീഷണറുടെ അധ്യക്ഷതയിൽ ചർച്ച നടക്കും. ജീവനക്കാരുടെ ശമ്പള കുടിശ്ശികയും സെറ്റിൽമെന്റിനും ആയാണ് ചർച്ച. 6 മുതൽ 11 മാസം വരെയുള്ള ശമ്പള കുടിശ്ശിക ജീവനക്കാർക്ക് ലഭിക്കാനുണ്ടെന്നാണ് റിപ്പോർട്ട്. അതിനിടെ കമ്പനി നിക്ഷേപ തട്ടിപ്പ് നടത്തിയെന്ന ഗുരുതര ആരോപണം കൂടി നിക്ഷേപകർ ഉയർത്തിയിട്ടുണ്ട്. പണം നഷ്ടപ്പെട്ട 100ഓളം നിക്ഷേപകർ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. കള്ളപ്പണ ഇടപാടടക്കം പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ഇഡിക്കും NIAയ്ക്കും നിക്ഷേപകർ പരാതി നൽകും. കേരളത്തിൽ സിലിക്കൺ വാലി കൊണ്ടുവരുമെന്നും IT മേഖലയിലും ഡിജിറ്റൽ രംഗത്തും വൻ കുതിച്ചുചാട്ടം ഉണ്ടാക്കുമെന്നും വാഗ്ദാനം ചെയ്താണ് ടാൽറോപ്പ് രംഗത്ത് വന്നത്. എന്നാൽ സ്റ്റാർട്ടപ്പുകൾക്ക് പിന്നിൽ നടന്നത് കോടികളുടെ നിക്ഷേപ തട്ടിപ്പാണെന്നാണ് ആരോപണം. തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പിൽ പ്രതിരോധത്തിലായി BJP സംസ്ഥാന നേതൃത്വം. സമഗ്ര അന്വേഷണം വേണമെന്ന് ഒരു വിഭാഗം നേതാക്കൾ 140 മണ്ഡലങ്ങളിലെയും ഫണ്ട് വിനിയോഗം പരിശോധിക്കും. രജിത് കുമാർ ചേരുന്നൊരു വിശദാംശങ്ങളുമായി. രജിത്ത്, തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പിൽ വലിയ പ്രതിരോധത്തിലായിരിക്കുകയാണ് BJP സംസ്ഥാന നേതൃത്വം. 140 മണ്ഡലങ്ങളിലും ഇപ്പോൾ ഈ ഫണ്ട് വിനിയോഗത്തിൽ പരിശോധന വേണമെന്നാണ് ആവശ്യം. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? BJPയെ വലിയ പ്രതിരോധത്തിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഒരു ഫണ്ട് വിവാദം, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫണ്ട് വിവാദം മുന്നോട്ട് വന്നിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അടക്കമുണ്ടായിട്ടുള്ള കാര്യങ്ങൾ, അത് ഓരോ മണ്ഡലങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ടത് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫണ്ട് വിവാദവുമായി ബന്ധപ്പെട്ടാണ്. അതിൽ തന്നെ 140 മണ്ഡലങ്ങളിലും കേന്ദ്രത്തിൽ നിന്ന് നൽകിയിട്ടുള്ള ഫണ്ടുകളുടെ വിനിയോഗം സംബന്ധിച്ച് വിശദമായ ഒരു സമഗ്രമായ അന്വേഷണം വേണമെന്ന ആവശ്യമാണ് ഒരു വിഭാഗം നേതാക്കൾ ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. അപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള അന്വേഷണത്തിന്റെ ഭാഗമായി എല്ലാവരെയും തന്നെ ഉൾപ്പെടുത്തിയുള്ള അന്വേഷണം. കാരണം ഈ ഓരോ കമ്മിറ്റികളിലും ഇത് സംബന്ധിച്ചുള്ള തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട്. ഒപ്പം തന്നെ സംസ്ഥാനത്ത് മാരാർജി ഭവൻ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള നേതാക്കളുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തന്നെയാണ് ഈ തട്ടിപ്പ് ഉണ്ടായിട്ടുള്ളത് എന്ന വിലയിരുത്തലിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു സമഗ്രമായ അന്വേഷണം ഇക്കാര്യത്തിൽ വേണം എന്ന ആവശ്യം ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, രാഷ്ട്രീയ കേരളത്തിൽ തന്നെ ഇത് വലിയൊരു ചർച്ചാ വിഷയമായി മാറുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ ഒരു വിശദമായ അന്വേഷണം വേണം, അല്ലെങ്കിൽ പരിശോധന വേണമെന്ന ആവശ്യം ഉയർന്നിരിക്കുന്നതും. അത് ഈ വരാൻ പോകുന്ന 18-19 തീയതികളിൽ ഒരു പക്ഷേ കോർ കമ്മിറ്റി യോഗം വിളിച്ചേക്കും. BJPയുടെ കോർ കമ്മിറ്റി യോഗം ഇത് വിശദമായി തന്നെ ചർച്ച ചെയ്യുകയും ചെയ്യും. കണ്ണടച്ചുള്ള നടപടിക്കാണ് ഇപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തുതന്നെയായാലും വിശദമായ ഒരു സമഗ്രമായ പരിശോധനയ്ക്ക് ശേഷം കർശനമായ നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ വിവിധ തരത്തിലാണ് തട്ടിപ്പുകൾ ഉണ്ടായിട്ടുള്ളത്.
ഈ നേതാക്കൾ എത്തുന്നതിൽ ഉണ്ടായിട്ടുള്ള റൂമുകൾ ബുക്ക് ചെയ്യുന്നതിലും ശരി രജിത്ത്, എന്തായാലും തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പിൽ പ്രതിരോധത്തിലായിരിക്കുകയാണ് BJP സംസ്ഥാന നേതൃത്വം. സമഗ്ര അന്വേഷണം വേണമെന്നാണ് ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെടുന്നത്. 140 മണ്ഡലങ്ങളിലെയും ഫണ്ട് വിനിയോഗം പരിശോധിക്കും. രജിത് കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. കേരളത്തെ നടുക്കിയ പാലക്കാട് പോത്തുണ്ടി നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി ഇന്നുണ്ടാകില്ല. ലിറ്റിഗേഷൻ റിപ്പോർട്ട് പഠിച്ചതിനു ശേഷമായിരിക്കും വിധി. ഇന്ന് ചെന്താമരയെ നേരിട്ട് ഹാജരാക്കേണ്ടതില്ലെന്നും ഓൺലൈനായി ഹാജരാക്കിയാൽ മതിയെന്നും കോടതി പറഞ്ഞിരുന്നു. ഹരീഷ് നാരായണൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഹരീഷ്, കേരളത്തെ ആകെ നടുക്കിയ ഇരട്ടക്കൊലക്കേസ്, അതിൽ ചെന്താമര കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. പക്ഷേ ശിക്ഷാവിധി ഇന്നുണ്ടാകുമെന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷേ ഇന്ന് ആ വിധി ഉണ്ടാകില്ല എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് ഈ വിധി മാറ്റിവെക്കാൻ കാരണം? പ്രധാനമായും ഇതിൽ ഈ ലിറ്റിഗേഷൻ റിപ്പോർട്ട് പഠിച്ചതിന് ശേഷം മാത്രമേ വിധി പ്രഖ്യാപിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് കോടതിയുടെ ഒരു വിലയിരുത്തൽ. കാരണം ഇയാളുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ പഠനം ആവശ്യമാണ് എന്നുള്ളൊരു കാര്യമാണ് അതിലുള്ളത്. അതുകൊണ്ട് തന്നെ ലിറ്റിഗേഷൻ റിപ്പോർട്ട് തയ്യാറാക്കി കോടതി സമർപ്പിക്കും. അത് വിശകലനം ചെയ്തതിന് ശേഷം അടുത്ത ദിവസങ്ങളിലായിട്ട് വിധി പ്രഖ്യാപിക്കുമെന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം കോടതി അറിയിച്ചത്. സമാനമായി തന്നെ പ്രോസിക്യൂട്ടറും അത്തരത്തിൽ തന്നെയാണ് പറഞ്ഞത്. അതായത് ഇന്ന് വിധി ഉണ്ടാവില്ല, അത് വരും ദിവസങ്ങളിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ടെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. സമാനമായി തന്നെ ഇന്ന് വിധി ഉണ്ടാവില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. വരും ദിവസങ്ങളിലേക്ക് ആ ഒരു വിധി മാറും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഈ ഒരു വിധി പറയുന്നത്. കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള ഒരു വാദപ്രതിവാദങ്ങൾ പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്നും പ്രതിഭാഗത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. അതായത് പ്രോസിക്യൂഷൻ പറഞ്ഞത് ഇയാൾ കുറ്റക്കാരൻ തന്നെയാണ്, മാത്രമല്ല ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും പരമാവധി ശിക്ഷ തന്നെ നടപ്പിലാക്കണം, വധശിക്ഷ തന്നെ നടപ്പിലാക്കണമെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞത്. പ്രതിഭാഗം പറഞ്ഞത് ഇത് സാഹചര്യ തെളിവുകൾ മാത്രമുള്ള ഒരു കേസാണ്, അതുകൊണ്ട് അത്തരത്തിലുള്ള ഇളവുകൾ നൽകണമെന്നും പറഞ്ഞു. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിന്റെ വിധി വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. അശ്വതി, ശരി, എന്തായാലും കേരളത്തെ നടക്കിയ നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയുടെ വിധി ഇന്നുണ്ടാകില്ല. ലിറ്റിഗേഷൻ റിപ്പോർട്ട് പഠിച്ചതിന് ശേഷമായിരിക്കും വിധി ഉണ്ടാവുക. ഇന്ന് ചെന്താമരയെ നേരിട്ട് ഹാജരാക്കേണ്ടതില്ലെന്നും ഓൺലൈനായി ഹാജരാക്കിയാൽ മതിയെന്നുമാണ് കോടതി വ്യക്തമാക്കിയിരുന്നത്. ഹരീഷ് നാരായണനാണ് വിശദാംശങ്ങൾ നൽകിയത്. കർണാടക മന്ത്രിസഭാ വികസന ചർച്ചകൾക്കായി മുഖ്യമന്ത്രി DK ശിവകുമാറും മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഡൽഹിയിൽ. ഇരുവരും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തുടങ്ങിയവരുമായി ചർച്ച നടത്തും. 14 പേരാണ് നിലവിൽ DK ശിവകുമാർ മന്ത്രിസഭയിലുള്ളത്. 34 പേരെ വരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താനാകും. കർണാടക PCC അധ്യക്ഷൻ BK ഹരിപ്രസാദിനെയും ഹൈക്കമാൻഡ് ഡൽഹിക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. ഒപ്പമുള്ള കൂടുതൽ നേതാക്കളെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണമെന്ന് സിദ്ധരാമയ്യ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജന്തർ മന്ദിറിൽ അനിശ്ചിതകാല നിരാഹാര സമരം നടത്തുന്ന ആക്ടിവിസ്റ്റ് സോനം വാങ്ചുക്കിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടുള്ള പൊതുതാൽപര്യ ഹർജി ഡൽഹി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ച ചീഫ് ജസ്റ്റിസ് ദേവേന്ദ്രകുമാർ അധ്യക്ഷനായ ബെഞ്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നോട്ടീസ് നൽകിയിരുന്നു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടി നടത്തുന്ന സമരത്തിന്റെ ഭാഗമായാണ് സോനം വാങ്ചുക് ജൂൺ 28-ന് നിരാഹാര സമരം ആരംഭിച്ചത്. കോഴിക്കോട് വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ CPM നേതാവ് ജിതിൻ ഭാസ്കറിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് SIT നൽകിയ ഹർജിയിൽ വടകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇന്ന് വിധി പറയും. കേസിൽ ജാമ്യത്തിലിറങ്ങിയതിനു ശേഷം വ്യവസ്ഥകൾ ലംഘിച്ച് ജിതിൻ ഫേസ്ബുക്കിലൂടെ അന്വേഷണ സംഘത്തെ വെല്ലുവിളിച്ചിരുന്നു. ഇതേ കാരണം ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യം റദ്ദാക്കണമെന്ന് പ്രോസിക്യൂഷൻ വാദിക്കുക. കേസിൽ DYFI നേതാവ് റിവേഷ് രാമകൃഷ്ണൻ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിലും ഇന്ന് കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയും വിധി പറയും. വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ K ദിലീപ് ചേരുകയാണ്. ശ്രീ ദിലീപ്, ഇന്ന് എന്തൊക്കെ പ്രതീക്ഷിക്കാം വിപണിയിൽ? ഇന്നും നേട്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങൾ വിപണിയിൽ പ്രതീക്ഷിക്കുകയും വേണം. ഇന്നലെയും നല്ല തോതിലുള്ള കയറ്റക്കുറിച്ചുകൾ വിപണിയിൽ കണ്ടിരുന്നു. വരും ദിവസങ്ങളിലും വിപണി മുന്നോട്ട് നീങ്ങി വ്യാപാരം നടക്കണമെങ്കിൽ സാങ്കേതികമായി മുൻനിര സൂചിയായി നിഫ്റ്റിക്ക് 24,300 എന്ന നിലവാരം മറികടന്ന് വ്യാപാരം നടക്കേണ്ടതുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകളായി വിപണിയിൽ 23,800, 24,300 എന്ന നിലവാരത്തിനിടയിലാണ് വ്യാപാരം നടക്കുന്നത്. ആ ഒരു നിലവാരം ഭേദിച്ച് വ്യാപാരം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ തുടർച്ചയായി മുന്നോട്ട് നീങ്ങാനുള്ള സാധ്യത കാണുന്നുള്ളൂ. അതിന്
അതിനിടെ പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥയ്ക്ക് അയവ് വരാത്തത് ക്രൂഡ് ഓയിൽ വിലയിലുണ്ടായിട്ടുള്ള വർധനവ്, രൂപയുടെ മൂല്യത്തിലുണ്ടായിട്ടുള്ള ഇടിവ്, ഇത് രണ്ടും വിപണിയെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ 2-3 ദിവസം വിപണിയിൽ തുടർച്ചയായി നിക്ഷേപം നടത്തിയെങ്കിൽ കൂടിയും ഇപ്പോൾ വീണ്ടും മറ്റ വിൽപ്പനയിലേക്ക് മാറിയതും വിപണിയിലെ സാരമായി തന്നെ ബാധിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിലും അവരുടെ നിലപാടുകൾ വിപണിയിൽ നിർണായകം തന്നെയായിരിക്കും. വിപണിയുടെ ഓരോ ഉയർച്ചയിലും ചെറുകിട നിക്ഷേപകരും വിപണിയിൽ ലാഭമെടുക്കുന്ന ഒരു പ്രവണത തുടരുന്നതാണ് വിപണിയിലൊരു മുന്നേറ്റത്തിൻ്റെ ഒരു സാധ്യത കുറയ്ക്കുന്നത്. കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ വളരെ അനുകൂലമായി തുടരുന്നതും ഓഹരി അധിഷ്ഠിതമായ നീക്കങ്ങൾക്കും ആ മേഖലകളിലും വലിയ തോതിലുള്ള അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കൂടിയും നിക്ഷേപ സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ചും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ തുടരുന്ന ഒരു വിൽപ്പന ഒരു പരിധിവരെ വിപണിയെ ബാധിക്കുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലും അവരുടെ നിലപാടുകൾ നിർണായകം തന്നെയായിരിക്കും. കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങളും വളരെ വിപണിയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകമായി തുടരുകയും ചെയ്യും. ഇന്നെന്തായാലും നേരിയ നേട്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്കായി അർബൻ ഗ്രാമീൺ സൊസൈറ്റി പ്രഖ്യാപിച്ച 10 ലക്ഷം രൂപയുടെ ധനസഹായം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. അർബൻ ഗ്രാമീൺ സൊസൈറ്റി മാനേജിംഗ് ഡയറക്ടർ അജിത് പാലാട്ട്, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീന്റെ സാന്നിധ്യത്തിലാണ് മുഖ്യമന്ത്രി വി ഡി സതീശന് തുക കൈമാറിയത്. DCC വൈസ് പ്രസിഡന്റ് ഫിറോസ് ബാബു, മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഗിരീഷ് ഗുപ്ത, ഷെരീഫ് തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. വെടിക്കെട്ട് അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് കൈത്താങ്ങാവുക എന്ന ലക്ഷ്യത്തോടെയാണ് UGS ഗ്രൂപ്പ് ഈ തുക കൈമാറിയത്. സാമൂഹിക ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായി ഇത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ UGS ഗ്രൂപ്പ് എപ്പോഴും മുന്നിലുണ്ടാകുമെന്ന് മാനേജിംഗ് ഡയറക്ടർ അജിത് പാലാട്ട് പറഞ്ഞു. ഓൺലൈനിൽ ഓഫർ കണ്ട് ക്യാമറ ഓർഡർ ചെയ്തു. പാഴ്സൽ കൈപ്പറ്റി തുറന്നപ്പോൾ ക്യാമറയ്ക്ക് പകരം ലഭിച്ചത് കവറിൽ നിറച്ച മണ്ണ്. കൊല്ലം ഇടവട്ടം സ്വദേശിക്കാണ് ഓൺലൈൻ തട്ടിപ്പിൽ പണം നഷ്ടമായത്. കൊല്ലം ഇടവട്ടം സ്വദേശി മോഹനൻ പിള്ളയാണ് ഓൺലൈൻ തട്ടിപ്പിന് ഇരയായത്. സോഷ്യൽ മീഡിയയിൽ കണ്ട ഓഫർ പ്രകാരമാണ് 999 രൂപയ്ക്ക് കോഡ്ലെസ് ക്യാമറ ബുക്ക് ചെയ്തത്. ക്യൂൻ കളക്ഷൻ എന്ന പേരിലുള്ള സ്ഥാപനത്തിൽ നിന്നാണ് ഓർഡർ ചെയ്തതെന്നാണ് മോഹനൻ പിള്ള പറയുന്നത്. പാഴ്സൽ വീട്ടിലെത്തിയപ്പോൾ ഡെലിവറി ജീവനക്കാരൻ കാണിച്ച QR കോഡ് സ്കാൻ ചെയ്ത 999 രൂപ ഓൺലൈനായി കൈമാറി. തുടർന്ന് പാഴ്സൽ തുറന്നു നോക്കിയപ്പോഴാണ് ക്യാമറയ്ക്ക് പകരം കവറിൽ നിറച്ച മണ്ണാണ് ഉള്ളിലുള്ളതെന്ന് കണ്ടെത്തിയത്. ഗൂഗിൾ പേ ചെയ്തതിന് ശേഷം ഇത് പൊട്ടിച്ച് തുറന്ന പുള്ളി എപ്പോഴത്തേക്ക് പെട്ടെന്ന് വിട്ട്, പുള്ളിക്ക് ഇല്ലെന്നുള്ള ഡെലിവറി ബോയ് അല്ലേ. പൊട്ടിച്ച് നോക്കിയപ്പോൾ ഇതിനകത്ത് മണ്ണ് മാത്രമേ ഉള്ളൂ. ഫുൾ പാക്ക് ചെയ്ത് ഈ മണ്ണ് പാക്ക് ചെയ്ത് വെച്ചിരിക്കുക. അതിനകത്ത് നമുക്ക് പറ്റിയ കണക്കിന് വേറെ ആൾക്ക് പറ്റരുത്. കാര്യം ഇത് ഓൺലൈനിൽ വാങ്ങരുത്. ഞാൻ ഇത് ഉപഭോക്തൃ കോടതിയിൽ കേസ് കൊടുക്കാൻ പോവാം. ഇത് കേസ് കൊടുക്കും, നമ്മൾ തെളിയിക്കും. തട്ടിപ്പ് മനസ്സിലായ ഉടൻ സ്ഥാപനവുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നുവെന്ന് മോഹനൻ പിള്ള പറയുന്നു. സംഭവത്തിൽ ഉപഭോക്തൃ കോടതിയെയും പോലീസിനെയും സമീപിച്ച് നിയമ നടപടി സ്വീകരിക്കാനാണ് മോഹനൻ പിള്ളയുടെ തീരുമാനം. അമൃത ന്യൂസ്, കൊല്ലം. ഇനി പശ്ചിമേഷ്യൻ യുദ്ധമോ ഗ്യാസ് പ്രതിസന്ധിയോ മൂലം ഈ മാവേലിക്കരക്കാരന്റെ അടുപ്പ് പുകയാതിരിക്കില്ല. ഗ്യാസിന് ക്ഷാമം വന്നാലും ഇലക്ട്രിക് അടുപ്പുകളെ ആശ്രയിക്കാതെ തന്നെ ശരത്തിന്റെ അടുക്കളയിൽ എല്ലാം പാകമാകും. എങ്ങനെയെന്നല്ലേ ഈ റിപ്പോർട്ടൊന്ന് കണ്ടുവരാം. മോട്ടോർ ബൈക്ക് മെക്കാനിക്കായ ശരത്തിന്റെ തലയിൽ ഉദിച്ച ഒരു ചെറിയ ആശയം അതിന്ന് ആ കുടുംബത്തിനാകെ ആശ്വാസമാവുകയാണ്. ഗ്യാസിന് ക്ഷാമം നേരിട്ടപ്പോൾ പ്രതിവിധി തേടിയാണ് ശരത്ത് ഒരു പരീക്ഷണം നടത്തി നോക്കിയത്. യൂട്യൂബിന്റെ സഹായത്തോടെയാണെങ്കിലും പരീക്ഷണം വിജയിച്ചു. ഇന്ന് ഗ്യാസ് ലഭിച്ചില്ലെങ്കിലും ശരത്തിന്റെ അടുക്കളയിൽ എല്ലാം വേഗത്തിൽ തന്നെ പാകമാകും. എങ്ങനെയെന്നല്ലേ, ദേ ഈ കരിയോയിൽ അടുപ്പിലൂടെ. ഗ്യാസ് ഇല്ലാതെ വന്ന സമയത്ത് ഇവിടെ ഭയങ്കര പരിതാപകരമായിരുന്നു. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള കാരണം നമ്മൾ അന്നേരം യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് ഈ കരിയോൽ സ്റ്റൗവിനെ കുറിച്ച് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. അപ്പം അത് നമ്മളതിനെക്കുറിച്ച് യൂട്യൂബിലും കാര്യങ്ങളൊക്കെ കുറേയൊക്കെ ഒന്ന് പഠിച്ചായിരുന്നു. കുറേ പഠിച്ച് പിന്നെ ഓരോന്നോരോന്ന് കണ്ടു കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. പിന്നെ എൻ്റേതായ സ്വന്തം ഐഡിയയിൽ നമ്മുടെ ഇവിടെ ഇപ്പോൾ ഈ വർക്ക്ഷോപ്പിൽ കിടക്കുന്ന സാധനങ്ങൾ മാത്രം വെച്ചുകൊണ്ട് ഞാൻ പെട്ടെന്ന് എൻ്റെ ഒരു ഐഡിയയിലൊന്ന് ചെയ്ത് നോക്കിയതാണ്. എന്തായാലും സക്സസ് ആയി. പിന്നെ സെപ്പറേറ്റ് അതിന് വേണ്ടി നമ്മൾ കുറച്ച് മോട്ടറും അതിൻ്റെ ആക്സിലേറ്ററും മാത്രമുള്ള നമ്മൾ വെളിയിൽ നിന്ന് മേടിച്ചത്. വെളിയിൽ നിന്ന് അല്ലാതെ വർക്ക്ഷോപ്പിൽ കിടന്ന സാധനങ്ങൾ മാത്രമാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. 2 വീലർ മെക്കാനിക്കായ ശരത്ത് തൻ്റെ വർക്ക്ഷോപ്പിൽ നിന്ന് തന്നെ അടുപ്പിനായുള്ള സാമഗ്രികൾ കണ്ടെത്തി. ബൈക്കിൻ്റെ ഫ്രണ്ട് ഷോക്ക് ഓബ്സറാണ് അടുപ്പിൻ്റെ ഫ്രെയിം. ബൈക്കിൻ്റെ ഹാൻഡിൽ ബർണറിലേക്ക് ഘടിപ്പിച്ചിരിക്കുന്നു. വായു കടക്കുവാൻ ഇതിൽ സുഷിരങ്ങളിട്ടാണ് ഘടിപ്പിച്ചിരിക്കുന്നത്.
അടുപ്പിൻ്റെ ഇരുവശത്തും ചതുരത്തിലുള്ള ഇരുമ്പ് പൈപ്പുകൾ, അതിൻ്റെ അറ്റത്ത് 12 വോൾട്ടിലുള്ള 2 ചെറിയ ഫാനുകൾ, അടുപ്പിലെ തീജ്വാല നിയന്ത്രിക്കാൻ റെഗുലേറ്റർ, ഒപ്പം ഫാൻ നിയന്ത്രിക്കാൻ 2 അഡാപ്റ്ററുകളും. മുകളിൽ തൂക്കിയിരിക്കുന്ന കുപ്പിയിൽ നിന്ന് ഡ്രിപ്പായി കരിയോയിൽ അടുപ്പിലേക്കെത്തും. ഇതിൻ്റെ അളവ് നിയന്ത്രിക്കാനും സംവിധാനമുണ്ട്. അങ്ങനെ അടുപ്പിലേക്കെത്തുന്ന കരിയോയിൽ ഒരു പുകയുമില്ലാതെ നല്ല മനോഹരമായി കത്തും. 1/2 ലിറ്റർ കരിയോയിൽ കൊണ്ട് ഒരു ദിവസം മുഴുവനും പാചകം ചെയ്യാമെന്ന് ശരത്ത് പറയുന്നു. വർക്ക്ഷോപ്പുള്ളതിനാൽ തന്നെ കരിയോയിലിന് ക്ഷാമവുമില്ല. അങ്ങനെ ഗ്യാസിന് ക്ഷാമം വന്നാലും ചിലവ് കുറഞ്ഞ രീതിയിൽ പാചകം സാധ്യമാകുമെന്ന് തെളിയിക്കുകയാണ് ആലപ്പുഴ മാവേലിക്കര സ്വദേശിയായ ശരത്ത്. അമൃത ന്യൂസ്, ആലപ്പുഴ. ചങ്ങനാശ്ശേരി മനയ്ക്കച്ചിറ പുത്തനാറ്റിൽ പോളവാരൽ ആരംഭിച്ചതോടെ ജലോപരിതലത്തിൽ മാലിന്യങ്ങൾ നിറഞ്ഞു. മാലിന്യങ്ങളിൽ നിന്നുള്ള ദുർഗന്ധവും കടുത്ത ആരോഗ്യ ഭീഷണി മൂലം പ്രദേശവാസികൾ ദുരിതത്തിലാണ്. മാലിന്യങ്ങൾ പൂർണ്ണമായി നീക്കം ചെയ്യുന്നതിന് നഗരസഭ നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന പുത്തനാറ്റിലെ ജലമേള ഈ വർഷം നടത്തുവാനുള്ള ആലോചനകൾ നടന്നുവരികയാണ്. ഒരു കാലത്ത് ചങ്ങനാശ്ശേരി മനക്കച്ചിറ നിവാസികളുടെ അഭിമാനവും ആശ്രയവുമായിരുന്ന പുത്തനാറാണ് ഇന്ന് മാലിന്യവാഹിനിയായി പ്രദേശവാസികൾക്ക് ആരോഗ്യ ഭീഷണി ഉയർത്തുന്നത്. പ്ലാസ്റ്റിക് അടക്കം ടൺ കണക്കിന് അജൈവ മാലിന്യങ്ങളാണ് ആറ്റിൽ നിറഞ്ഞിട്ടുള്ളത്. എല്ലാ വർഷവും നടത്താറുള്ള പോളവാരൽ ഇത്തവണയും നടന്നപ്പോൾ ആറ്റിലെ ചെളിയിൽ പുതഞ്ഞു കിടന്ന മാലിന്യങ്ങൾ ഉയർന്നുവന്ന് വലിയ മാലിന്യ കൂമ്പാരമായി മാറി. ഓടകളിലൂടെയും പുത്തനാറ്റിലേക്ക് എത്തിച്ചേരുന്ന തോടുകളിലൂടെയും ഒഴുകിയെത്തുന്ന മാലിന്യങ്ങളാണ് ഇതിൽ ഭൂരിഭാഗവും. ചാക്കിലും മറ്റും നിറച്ച് ആളുകൾ കൊണ്ടുവന്നു തള്ളുന്ന മാലിന്യങ്ങളും ഉണ്ട്. ഏറെക്കാലമായി അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ മൂലം പ്രദേശവാസികൾ കടുത്ത ആരോഗ്യ ഭീഷണിയാണ് നേരിടുന്നത്. പോള വരുമ്പോൾ വീണ്ടും പ്ലാസ്റ്റിക്കും ഈ കുപ്പികളും മറ്റ് ഒത്തിരി മോശപ്പെട്ട സാധനങ്ങളെല്ലാം ഇതിനടിയിൽ നിന്ന് പൊങ്ങി വരുന്നുണ്ട്. ആ പൊങ്ങി വരുന്ന സാധനമാണ് ഇവിടെ കിടക്കുന്നത്. പിന്നെ ഇത് പോള വാരി കളഞ്ഞിട്ടിപ്പം കൂട്ടി JCB വെച്ച് വാരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഇതിനെ വാരി വെച്ചിരിക്കുന്ന സാധനം എടുത്ത് മാറ്റിയിടാനുള്ള സംവിധാനം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഇങ്ങനെ കിടക്കുകയാണ്. പിന്നെ ഇത് കാലാകാലങ്ങളിൽ വരാതിരിക്കാനുള്ള സംവിധാനം വെച്ചാൽ ഒന്നുകിൽ ചങ്ങനാശ്ശേരി ഈ തോടിൻ്റെ ഭാഗത്ത് ഒന്നുകിൽ ഫിൽറ്റർ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കുക, അല്ലെങ്കിൽ നെറ്റ് അടിച്ചുകൊണ്ട് ഇത് തൊഴിലാളികളെ വെച്ചോ അല്ലെങ്കിൽ ആരെയും വെച്ച് വാരിച്ച് ഒരു വണ്ടിയിൽ വെച്ച് എവിടെയെങ്കിലും സംവിധാനം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഇങ്ങോട്ട് ഈ തോട്ടിലേക്ക് വരാതിരിക്കത്തുള്ളൂ. ഇതിനടിയിൽ ഇഷ്ടം പോലെ വർഷത്തെ സാധനം കിടക്കുക. മുൻപ് ഇവിടെ ചങ്ങനാശ്ശേരി ജലോത്സവം എന്ന പേരിൽ എല്ലാ വർഷവും വള്ളംകളി മത്സരം സംഘടിപ്പിച്ചിരുന്നു. ആറിന്റെ തീരത്ത് ആളുകൾക്ക് വിശ്രമിക്കുന്നതിനായി പവലിയനുകളും മറ്റും ഒരുക്കി മനോഹരമാക്കിയിരുന്നെങ്കിലും അറ്റകുറ്റപ്പണികളുടെയും സംരക്ഷണത്തിന്റെയും അഭാവം മൂലം എല്ലാം നശിച്ചു. പവലിയനാകെ കാട് വളർന്ന നിലയിലാണ്. വർഷങ്ങളായി മുടങ്ങിക്കിടന്ന ജലോത്സവം വീണ്ടും പുനരാരംഭിക്കാനുള്ള ശ്രമങ്ങൾ മുൻകാലങ്ങളിലെ സംഘാടകരുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇതിനായി ആറ്റിലെ മാലിന്യങ്ങൾ പൂർണ്ണമായി നീക്കം ചെയ്യണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. വീണ്ടും മാലിന്യക്കുഴിയായി മാറാതെ പുത്തനാറിനെ സംരക്ഷിക്കുകയും മനക്കച്ചിറ ടൂറിസം പദ്ധതി പുനർജീവിപ്പിക്കുകയും വേണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട്. മനക്കച്ചിറ പുത്തനാറ്റിൽ വീണ്ടും ഒരു ജലോത്സവത്തിനുള്ള ആലോചനകൾ നടന്നുവരികയാണ്. എന്നാൽ ഇവിടെ ഈ ജലപാതയിൽ നിറയെ മാലിന്യങ്ങൾ നിറഞ്ഞിട്ടുണ്ട്. ഈ മാലിന്യം പൂർണ്ണമായും നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്ന ആവശ്യമാണ് പ്രദേശവാസികൾ ഉയർത്തുന്നത്. ക്യാമറമാൻ ജിത്തു കൃഷ്ണനൊപ്പം പ്രശാന്ത് ജോസഫ്, അമൃത ന്യൂസ്. ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.